മച്ചാന്മാരെ ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, ഇതിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങൾ എന്താണെന്നും നിങ്ങളുടെ ഗെയിമിലേക്ക് എപ്പോഴാണ് ഇത് വരുന്നതെന്നും ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ കുറേ പേര് നമ്മളോട് ചോദിച്ചാൽ ഇന്നോവ കാർ കൊണ്ടുവരുമോ ഇല്ലയോ എന്ന് കുറേ പേർക്ക് ഡൗട്ടാണ്. അപ്പോൾ അതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും പറയുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് GTA 5 മോഡും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ മോഡിനകത്ത് കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളും. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് നിങ്ങളെല്ലാവരും ശ്രമിക്കേണ്ടതാണ്. എന്നാലും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ. അതുപോലെ നമുക്ക് കുറച്ച് ചെറിയ ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള അവസരം കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് മോസ്റ്റായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ നമ്മുടെ ഹണ്ടർ ബൈക്കും കാര്യങ്ങൾ കുറേ പേർക്ക് എടുക്കാൻ പറ്റുന്നില്ലെന്ന് കുറേ കമൻസും കാര്യങ്ങൾ ഞാൻ കണ്ടായിരുന്നു. ലിങ്ക് വർക്ക് ആവുന്നില്ല, ലിങ്ക് എന്തോ പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പം ഇത്രയത്തിൻ്റെ കാര്യങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണം, അതുപോലെ തന്നെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാം കുറേ പേര് കാത്തിരിക്കുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് പറയാവുന്നതാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് ഹണ്ടർ ബൈക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ഹണ്ടർ ബൈക്കിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലിങ്കും കാര്യങ്ങളൊക്കെ കോപ്പിറൈറ്റഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. രണ്ടാമത് പുതിയ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ആ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കയറാവുന്നൊക്കെയാണ്. ക്ലിക്ക് ചെയ്തതിനു ശേഷം കയറിയതിനു ശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാര്യങ്ങൾ കാണാം. അപ്പോൾ അവിടെ നേരെ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഓട്ടോമാറ്റിക്കലി പോകുന്നതായിരിക്കും. പോയതിനു ശേഷം നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, താഴെയുണ്ട്, മേളിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഫയലിൻ്റെ അകത്ത് ഓൾറെഡി നമ്മുടെ 100 ലിങ്കും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തവരാണെങ്കിൽ അപ്പം അത് പഴയത് കളഞ്ഞതിന് ശേഷം മാത്രമേ പുതിയത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാവുള്ളൂ. എന്നാലേ ഈ കാര്യങ്ങളൊക്കെ വർക്ക് ആവത്തുള്ളൂ. ഇല്ലെങ്കിൽ ഗെയിമിലോട്ട് രണ്ടും ആഡ് ആകാതിരിക്കേണ്ട ഓപ്ഷൻ വന്നിരിക്കും. അപ്പോൾ പിന്നെ ലിങ്ക് റീസെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്, പഴയ ലിങ്ക്സ് കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊന്നെല്ലാം കളഞ്ഞതിന് ശേഷം ഡിലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പുതിയ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുള്ളൂ. എന്നാലേ അത് വർക്കും കാര്യങ്ങളാവത്തുള്ളൂ. അപ്പോൾ ഞാൻ പഴയ ലിങ്ക്സും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ പുതിയ ലിങ്കും കാര്യങ്ങളും ഞാനിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓൾമോസ്റ്റ് എനിക്ക് എത്താറായി, ഞാൻ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട് എനിക്കിപ്പോൾ ഒറ്റ ലിങ്കും കാര്യങ്ങളും എൻ്റെ ഗെയിമിൻ്റെ അകത്ത് വന്നിടപ്പുള്ളൂ. അപ്പം ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഡ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഗെയിമിൻ്റെ തൊട്ട് ആ വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ 100 ബൈക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതിൻ്റെ രീതി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് റീസെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ പുതിയതാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് ട്രൈയും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് 100 ബൈക്കും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. 100 ബൈക്ക് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് കാര്യങ്ങളും നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് നോക്കിയിട്ടൊന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റുന്നില്ല, അതുപോലെ കിട്ടുന്നില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു ഐറ്റം മാത്രം നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് RG ടൂളിൽ അത് RGs ടൈപ്പ് ചെയ്യുവാണെങ്കിൽ അത് മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അതല്ലെങ്കിൽ നമുക്കാണെങ്കിൽ കോപ്പി എന്ന് പറയുന്ന ഓപ്ഷനും കാര്യങ്ങളുണ്ട്. നമ്മുടെ മോഡ് ഓൺ ആക്കിയതിന് ശേഷം അവിടെ കോപ്പി ചെയ്യുവാണെങ്കിൽ നമുക്ക് കോപ്പി ആയിട്ട് ഇഷ്ടംപോലെ മൾട്ടിപ്പിൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും ഓരോ ഐറ്റംസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഐറ്റംസ് കാര്യങ്ങളാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് താഴെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് മോഡ് ഓൺ ആക്കിയിട്ട് അവിടെ നിന്ന് കോപ്പി ചെയ്യുന്നതാണ് ഇഷ്ടം, അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് RGs ടൂളിൽ കയറി RGs ടൈപ്പ് ചെയ്യുന്നതാണ് കൂടുതലും ഇഷ്ടം, ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നെക്സ്റ്റ് വീഡിയോ നമുക്ക് അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ വരുന്നത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഇന്നോവ കാറും കാര്യങ്ങൾ കുറേ പേര് ഇന്നലെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. ഇന്നോവ കാർ കൊണ്ടുവരുമോ, അപ്പോൾ GTA 5 മോഡ് കൊണ്ടുവരുമോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കാര്യങ്ങൾ കൊടുത്ത് നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് കിട്ടുമെന്നാണ്. അപ്പോൾ അത് തന്നെയാണ് കൺഫേം ആയിട്ടുള്ള നമുക്ക് ഡെവലപ്പർ കാര്യങ്ങൾ പറഞ്ഞത്. നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് നമ്മുടെ ഫോണിൻ്റെ അകത്ത് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3Dക്കകത്തോട്ട് നമ്മുടെ ഫോണിൽ ചീപ്പ് കോഡായിട്ടായിരിക്കും നമുക്കിത് കിട്ടാൻ പോകുന്നത്, നമ്മുടെ ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇത് RGs ടൂൾ വെച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്യണമെന്നൊക്കെ വലിയ നിർബന്ധം കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് തന്നെ ഇൻക്ലൂഡിംഗ് ആയിട്ട് ആഡ് ചെയ്യുവാണ്. അപ്പോൾ എത്ര പേർക്ക് ഒരു ഇൻഫർമേഷൻ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ നമുക്ക് മോഡിഫൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് തന്നെയാണ്. ഇന്നോവ കാർ RGs ഇതിനകത്ത് വേണ്ട, ലിങ്കായിട്ട് മതി എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാനാണ്. കാരണം ഞാൻ 2-3 റീസെൻ്റ്ലി ആയിട്ട് 2-3 വീഡിയോസിൽ ഇട്ടപ്പോൾ നമ്മൾ ചോദിച്ചായിരുന്നു RGs മെനു കാര്യങ്ങളൊക്കെ വേണോ വേണ്ടതെന്ന് ചോദിച്ചാൽ. അപ്പോൾ അതിൽ കുറേ പേര് കമൻറ്റ് ചെയ്ത് RGs മെനു വേണം, കളയിൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കുറേ ഭൂരിഭാഗം പേരും കമൻറ്റ് കാര്യങ്ങൾ ചെയ്ത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവരുടെയും കൂടെ ഒന്ന് അഭിപ്രായം കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് കമൻറ്റ് ചെയ്യാൻ പറയാം. നിങ്ങൾക്ക് RGsൻ്റെ അകത്ത് ലിങ്കായിട്ട് വേണോ ഇത്, അതോ നിങ്ങൾക്ക് ചീപ്പ് കോഡായിട്ട് മതിയോ എന്നും കൂടെ നിങ്ങൾ നോക്കിയിട്ടൊന്ന് കമൻറ്റ് കാര്യങ്ങളൊന്ന് ചെയ്യേണ്ടതാണ്. അതിനനുസരിച്ചിട്ട് നമുക്ക് ഇത് കാര്യങ്ങളൊക്കെ സെറ്റ്
സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് അതിനുവേണ്ടി കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇന്നോവ കാറിനകത്ത് നിങ്ങൾ വേറെ ഫീച്ചേഴ്സും കാര്യങ്ങളും കൊണ്ടുവരണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഒരു ഫീച്ചറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും ഓൾമോസ്റ്റ് 95% വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്നോവ കാറിൻ്റെ. ഇനി കൺട്രോളിങ് കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ തന്നെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നമ്മുടെ കറക്റ്റ് ഇന്നോവ കാറിൻ്റെ രീതി കൂട്ടാൻ ഇരിപ്പില്ല നിങ്ങൾക്ക് നോക്കിയിട്ട് പറയാൻ പറ്റുന്നുണ്ടോ നോക്കുവാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങൾ ഇൻറ്റീരിയറിനകത്ത് വല്ലതും എന്തെങ്കിലും സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യാൻ വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ കാര്യങ്ങളൊക്കെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങൾ നമ്മൾ തന്നിട്ടുണ്ട്. ഇന്നോവ കാർ ഇനി വരാൻ പോകുന്ന വലിയ അപ്ഡേറ്റിലായിരിക്കും, നമ്മുടെ നെക്സ്റ്റ് മന്തിൻ്റെ അപ്ഡേറ്റിലായിരിക്കും നമുക്ക് ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതിനനുസരിച്ച് നമ്മൾ കൊണ്ടുവരാൻ പറ്റും, നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി അത്രയും ദിവസം കൂടൊന്നും ഇല്ല നെക്സ്റ്റ് മന്ത് ആക്കാൻ വേണ്ടിയിട്ട്. ഇന്നും കണ്ട് 27 ആയിട്ടുണ്ട്, 27-ാം തീയതി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് മന്ത് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു അപ്ഡേറ്റിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വേണോ അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വേണോ നിങ്ങളൊന്ന് ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതാണ്. അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ കാര്യം കൂടെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കാർസും ഇല്ല ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇന്നോവ കാർ മാത്രമല്ല വേറെ കുറച്ച് കാർസും കൂടെ വരുന്നുണ്ട് നമ്മൾ ഡെവലപ്പർ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റായിട്ട് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. എന്ത് രീതിയിലത്തെ കാറും കാര്യങ്ങളാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ഇഷ്ടപ്പെട്ട വല്ല കാറും വല്ല ഉണ്ടെങ്കിൽ അതോടെ കമൻറ്റും കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വെച്ചാൽ നമ്മുടെ ഗെയിമിലേക്കാണെങ്കിൽ GTA 5 മോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങൾ നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി കുറേ പേർക്ക് കാത്തിരിപ്പുണ്ടായിരിക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ ഗെയിമിനകത്തൊരു ഗ്ലിച്ചും കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഗ്ലിച്ച് എന്തായാലും ട്രൈ ചെയ്യാൻ വേണ്ടി കുറേ പേർക്ക് ഇഷ്ടമായിരിക്കും ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പറയാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത് ഒരു മിനി ജെറ്റ് പാക്കും അതുപോലെ തന്നെ ഹൾക്കിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറഞ്ഞു തരുന്നതാണ്. ആദ്യം ഹൾക്കിൻ്റെ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കേണ്ടതാണ്. എടുത്തതിന് ശേഷം നിങ്ങളൊരു മിനി ജെറ്റ് പാക്കും കാര്യങ്ങൾ എടുക്കേണ്ടതാണ്. മിനി ജെറ്റ് പാക്ക് എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് റൈഡ് ചെയ്ത് നിങ്ങൾ സ്കൈയിലോട്ട് പോകേണ്ടതാണ്, മേലോട്ട് ആകാശത്തോട്ട് പോകേണ്ടതാണ്. അപ്പം അതിന് മുമ്പായിട്ട് നിങ്ങൾ ചെറിയൊരു ചിപ്പ് കോഡ് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. 1215 എന്ന് പറഞ്ഞ ചിപ്പ് കോഡ് കാര്യങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം RGS ടൂളും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. എന്നിട്ട് ഡ്രോൺ ഓപ്ഷൻ കൊടുക്കേണ്ടതാണ്. ഡ്രോൺ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്കാണെങ്കിൽ അവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ള പാത്ത് വഴിയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളാണെങ്കിൽ പറക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ജമ്പിങ് ഓപ്ഷനും കാര്യങ്ങളും ഇനേബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ മോഡ് ഓണോ ആക്കുന്നുണ്ട്, ഡ്രോൺ ചെയ്യുന്നുണ്ട്, ഡ്രോൺ ആക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഡ്രോൺ ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്ലിച്ച് കൊണ്ടിട്ട് നമ്മളിപ്പം ഹൾക്കും കാര്യങ്ങളൊക്കെ ജമ്പിങ് ഓപ്ഷനിൽ വന്ന് നിൽക്കുന്ന കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിത് ബാക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ മിനി ജെറ്റ് പാക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. അതിന് മുമ്പായിട്ട് ചെറിയൊരു ചിപ്പ് കോഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ ഡ്രോൺ അടിച്ച് ഒന്നുകൂടെ ക്ലിയർ ചെയ്യുവാണ്. നമ്മൾ ജമ്പ് ചെയ്തിട്ടപ്പോൾ ഡ്രോണും കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മിനി ജെറ്റ് പാക്കിൻ്റെ അവിടെ ഒരു ഓപ്ഷൻ കാര്യങ്ങൾ കാണുന്നുണ്ട്, നമ്മളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇപ്പം ഇത് ഗ്ലിച്ച് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് പറക്കാവുന്നതാണ്, മിനി ജെറ്റ് പാക്കിലൂടെ മണ്ടയ്ക്കോട്ട് പറക്കാവുന്നതാണ്. സ്കൈ ചെന്നതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നമ്മൾ എക്സിറ്റ് ആവുന്നു. എന്ന് വെച്ചാൽ മിനി ജെറ്റ് പാക്കിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ സാധാരണ നമ്മൾ താഴോട്ടാണ് വീഴുന്നത്. എന്നാൽ പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ എക്സിറ്റ് ആകുമ്പോൾ വീഴാതെ നമ്മളാണെങ്കിൽ അവിടെ ഏറെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിരിക്കും. അതാണ് നമ്മുടെ ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ട്രൈ ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാനിപ്പം അവിടെ നിന്ന് എക്സിറ്റ് ആയപ്പോൾ നേരെ ഇപ്പം ഞാൻ മിനി ജെറ്റ് പാക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. മിനി ജെറ്റ് പാക്ക് നമ്മുടെ കൂടെ വരുന്നുണ്ട്, എന്നാലും പക്ഷെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാം ചാടാം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മളിപ്പോൾ എയറിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഈ ഒരു ഗ്ലിച്ചും കാര്യങ്ങളും നമുക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നുണ്ടോ ഇല്ലയോ ജസ്റ്റ് താഴെ നോക്കിയിട്ട് കമൻറ്റ് കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഗെയിമിലേക്ക് ഒന്ന് കയറിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ഹൾക്കിൻ്റെ ക്യാരക്ടർ എടുക്കുക. സെക്കൻഡ് നിങ്ങളാണെങ്കിൽ മിനി ജെറ്റ് പാക്കും കാര്യങ്ങൾ എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ നേരെ ജമ്പിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇനേബിൾ ചെയ്യേണ്ടതാണ്. ഇനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾ മണ്ട കയറി തന്നെ നിൽക്കുന്നത് കൺഫേം ചെയ്തിട്ട് മിനി ജെറ്റ് പാക്കിനകത്ത് ഹൾക്കുമായിട്ട് കയറിയതിന് ശേഷം നേരെ നിങ്ങൾ പറന്ന് നോക്കുമ്പോൾ നിങ്ങൾ ആകാശത്ത് വന്നിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് പറയേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്കിനി ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ്. നമ്മുടെ GTA 5 ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കാര്യങ്ങൾ നമുക്ക് പുതിയ മാപ്പിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റും. നേരത്തെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കാര്യങ്ങൾ മാത്രമാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യം നമുക്കാണെങ്കിൽ ഇപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് പോകാനുള്ള ഇനേബിൾ ആയിട്ടുള്ള ഓപ്ഷനും കാര്യങ്ങൾ
കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം ഇതിന് കുറച്ച് ടെക്സ്റ്റും കാര്യങ്ങളും കുറച്ചുകൂടി കൂട്ടി ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ലോഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ സമയമുണ്ട്. കാരണം ഇപ്പോൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ സിറ്റി കാര്യങ്ങൾ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ NPC പ്ലെയറിനെ ഒരാളെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, സ്റ്റിൽ അത് വർക്കിംഗ് കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ കാർ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വേറെ കാർസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു, NPC പ്ലെയറും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ട്രാഫിക് റൂൾസും അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരെയും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും അതും കൂടെ ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, സ്റ്റിൽ വർക്കിങ്ങിലാണ് നമ്മുടെ ഡെവലപ്പർ കാരണം. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇട്ട് തരുന്നതായിരിക്കും നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും എല്ലാവരും മാക്സിമം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തായാലും മോസ്റ്റ് ഓഫ് ദി നമ്മുടെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കുറച്ചുകൂടെ HD ഗ്രാഫിക്സും കാര്യങ്ങളും അതുപോലെ തന്നെ കംപ്രസീവ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ കുറേ പേര് നമ്മളോട് കമൻറ്റ് ചെയ്യാണ്ട് ചെയ്തറിഞ്ഞ് റാമിന് എന്തെങ്കിലും ഇഷ്യൂ വരുമോ, 4 GB റാമേ ഉള്ളൂ, 1 GB റാമേ ഉള്ളൂ എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. നമുക്കിപ്പം ഈ GTA 5 മോഡും കാര്യങ്ങളും കളിക്കാൻ വേണ്ടി മാക്സിമം 4 GB റാമെങ്കിലും വേണം എന്നാണ് നമ്മുടെ ഡെവലപ്പർ എളുപ്പം നിലവിൽ നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 4 GB റാം ഉണ്ടെങ്കിലേ കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എന്തായാലും ബാക്കിയുള്ളവർ വിഷമിക്കേണ്ട ആവശ്യമില്ല, ലോ എൻഡ് സ്പെക്കുള്ളവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള കംപ്രസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡെവലപ്പർ നോക്കുന്നുണ്ട്. അപ്പം അതുകൂടെ നോക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഡിലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതെന്തായാലും ശരിയാക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ശരിയാക്കിയിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ കാര്യങ്ങളും വരുന്ന വീഡിയോസിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടി, നമുക്ക് കുറച്ചുകൂടെ സിറ്റി കാര്യങ്ങളും കുറച്ചുകൂടെ മാപ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ NPC പ്ലെയറിനെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്, വേറെ കാറിനൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഐറ്റംസ് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ പാർട്ടായിട്ടായിരിക്കും നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ നമ്മുടെ സിറ്റിയിൽ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒറ്റയടിക്ക് എല്ലാം കൂടെ ആഡ് ചെയ്താൽ ചിലപ്പോൾ ഗെയിം വരെ ക്രാഷ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ ഗെയിമിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 2 സ്റ്റെപ്പ് നടക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ക്രാഷ് ബാക്ക് പോകുന്നതായിരിക്കും. അപ്പം അത്രയും ലോഡ് വലിക്കുന്നതുകൊണ്ടാണ് അത്രയും ക്രാഷിങ് കാര്യങ്ങളൊക്കെ ഇഷ്യൂ വരുന്നത്. അപ്പോൾ ആ ക്രാഷിങ് എല്ലാം കുറച്ച് എല്ലാ സെറ്റപ്പൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് അത്രയും കംപ്രസീവ് ചെയ്തായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ടൈമും കാര്യങ്ങളും എടുക്കുന്നത്. എന്തായാലും ഒത്തിരി നാൾ നമ്മൾ വെയിറ്റ് ചെയ്തു. ഇനി കുറച്ച് ദിവസം കൊണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഗെയിമിലേക്ക് GTA 5 മോഡും കാര്യങ്ങളൊക്കെ ആഡ് ആകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ കൊണ്ടുവന്ന് ഇത്രയൊക്കെ കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ വർക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്തതിനാൽ ഇതിനേക്കാളും സെറ്റപ്പായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ GTA 5 മോഡിൻ്റെ സിറ്റി കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ നിങ്ങളെല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കത് കിട്ടുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്യൂസ് കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വേണമെന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബീറ്റ വേർഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയേക്കുന്ന ഇത്രയും ഉള്ള വേർഷനും കാര്യങ്ങളാണ് കിട്ടിയേക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഡെവലപ്പർ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞതും അതാണ്, ഫുള്ളായിട്ട് കിട്ടുന്നവരെ നിങ്ങൾ ഇത് കൊടുക്കരുത് എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ഒന്ന് കമൻസിനനുസരിച്ച് നമ്മൾ ഡെവലപ്പറിനോട് സംസാരിക്കുന്നതായിരിക്കും. സംസാരിച്ചതിനനുസരിച്ച് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വരാൻ പോകുന്ന അപ്ഡേറ്റ്സിനകത്ത് കുറച്ച് ഐറ്റംസ് കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മുടെ പോലീസ് ബൈക്കും കാര്യങ്ങളൊക്കെ ആഡ് ആകാൻ പോകുന്നുണ്ട് നമ്മുടെ വരുന്ന അപ്ഡേറ്റ്സിലേക്ക്. അപ്പോൾ പോലീസ് ബൈക്കും കാര്യങ്ങളൊക്കെ എത്ര പേർക്ക് വേണമെന്നൊക്കെ ഉള്ളവരാണ് ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സൂപ്പർ കാറും സൂപ്പർ ബൈക്കും വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ കുറച്ച് മോഡ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ് ഐറ്റംസും കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതിനെപ്പറ്റി അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ്സ്